കൊച്ചിക്കാരെ സംബന്ധിച്ച് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ് ബ്രോഡ്വേ അല്ലേ? ഈ ബ്രോഡ്വേയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ ഇല്ലാത്തന്നില്ല എല്ലാ ഞാനിവിടെ വന്ന സമയത്ത് കൊച്ചിയിലേക്ക് വന്ന സമയത്ത് എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു ബ്രോഡ്വേ. ഞങ്ങളുടെ തിരുവനന്തപുരത്ത് മറ്റേ ഇതുണ്ട്, ചാലക്കമ്പോളമുണ്ട്, പക്ഷേ ചാലേക്കാളും വലുതാന്ന് തോന്നുന്നു ബ്രോഡ്വേ. അപ്പോൾ ഞാൻ പറയാനുള്ള കാരണം ബ്രോഡ്വേയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റിലേക്ക്, ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ബ്രോഡ്വേയിലെ ഒരു തുണി വ്യാപാര സ്ഥാപനത്തിൽ നിന്ന് കണക്കിൽപ്പെടാത്ത 6 കോടിയിലധികം രൂപ പിടിച്ചെടുത്തു. പക്ഷേ ഇത് പിടിച്ചെടുത്തിട്ടും ഉടമയെ അറസ്റ്റ് ചെയ്തില്ല എന്ന ആക്ഷേപം ഉയരുകയാണ്. ഉന്നത ഇടപെടൽ ഈ വിഷയത്തിൽ നടന്നിട്ടുണ്ട് എന്നാണ് ആക്ഷേപം ഉന്നയിക്കുന്നവരുടെ ആരോപണം. രാജധാനി എന്ന സ്ഥാപനത്തിൽ നിന്നും കടയുടമയുടെ വീട്ടിൽ നിന്നുമായിട്ട് 6,75,00,000 രൂപയാണ് സ്റ്റേറ്റ് GST ആൻഡ് ഇന്റലിജൻസ് വിഭാഗം പിടിച്ചെടുത്തത് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അപ്പോൾ എന്താണ് ഈ സംഭവത്തിന്റെ പശ്ചാത്തലം എന്ന് നമുക്ക് സഹിൻ ആന്റണിയോട് നമുക്കിപ്പം. സഹിൻ, ഈ സംഭവം നടക്കുന്നത് എന്താണ്? ആക്ഷേപം ഉന്നയിക്കുന്നവരുടെ ആരോപണങ്ങൾ എന്തൊക്കെയാണ്? സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ ഞങ്ങളുടെ ബ്രോഡ്വേ ഒട്ടും ചെറുതല്ല. 75 ലക്ഷം രൂപ എങ്ങനെ നിരത്തി വെച്ചിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുന്നത്. അതും നികുതി വെട്ടിച്ച് നടത്തിയ പണം, ആ പണമാണ് സ്റ്റേറ്റ് GST ആൻഡ് ഇന്റലിജൻസ് വിഭാഗം പിടികൂടിയിരുന്നത്. രാജധാനി എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലെ മാത്രമാണ് ഈ 6,75,00,000 രൂപ പിടിച്ചെടുത്തത്. അതായത് ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട മറ്റു 4ഇടങ്ങളിലും ഉടമയുടെ വീട്ടിലുമായിരുന്നു പരിശോധന നടന്നത്. കഴിഞ്ഞ 12-ാം തീയതി ആയിരുന്നു പരിശോധന ഉണ്ടായിരുന്നതും. അന്ന് ഈ പരിശോധന നടത്തിയ ഉദ്യോഗസ്ഥർ ഈ 6,75,00,000 രൂപ പിടിച്ചെടുത്തപ്പോൾ സാധാരണ 5 കോടിയിലധികം രൂപ പിടിച്ചെടുത്താൽ ഇതിന്റെ ഉടമയെ അറസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. പക്ഷേ ഉടമയെ അറസ്റ്റ് ചെയ്യാൻ അന്ന് ഇവർ ഇന്റലിജൻസ് വിഭാഗം തയ്യാറായില്ല, സെയിൽസ് ടാക്സ് അടക്കമുള്ള വിഭാഗങ്ങൾ തയ്യാറായില്ല എന്നുള്ളതാണ്. അതിൽ ചില ഉന്നത ഇടപെടലുകൾ നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു ആക്ഷേപമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മാത്രമല്ല കൂടുതൽ പരിശോധന ഉണ്ടായില്ല എന്നൊരു ആക്ഷേപം കൂടി നിലനിൽക്കുകയാണ്. എന്തായാലും ഇങ്ങനെ ഒരു സാഹചര്യം ഉള്ള സമയത്ത് എന്താണ് ഈ കേസിൽ സംഭവിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഉടമ ഏത് ഘട്ടത്തിലാണ് ഉടമയെ അറസ്റ്റ് ചെയ്യാതെ ഉടമയെ വിട്ടു നൽകിയത് അല്ലെങ്കിൽ ഉടമയെ വിട്ടത് എന്നുള്ള ഒരു പരിശോധന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ കൂടുതൽ പരാതികളുമായി പരാതിക്കാർ രംഗത്ത് വരികയും ചെയ്യുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ 12-ാം തീയതി ഇത്തരത്തിലുള്ള ഒരു ഈ പരിശോധനകൾ നടക്കുമ്പോൾ 6,75,00,000 രൂപ കണക്കിൽപ്പെടാതെ സൂക്ഷിച്ചിരുന്നു. ഈ പണമെല്ലാം സ്റ്റേറ്റ് GST ആൻഡ് ഇന്റലിജൻസ് വിഭാഗത്തിന് പിടികൂടാൻ കഴിയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെ ഈ ഉടമയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ പരിശോധിക്കാൻ ഈ സ്റ്റേറ്റ് ഇന്റലിജൻസ് ആൻഡ് GST വിഭാഗത്തിന് സാധിച്ചില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോഴും ഈ ഉടമയെ കൃത്യമായി ചോദ്യം ചെയ്യാനോ ഈ പണത്തിന്റെ ഉറവിടം കണ്ടെത്താനോ എത്ര രൂപയുടെ തട്ടിപ്പുകൾ നടന്നിട്ടുണ്ടോ, വെട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്നുള്ളത് സംബന്ധിച്ച് കൂടുതലായി പരിശോധിക്കാനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു ആക്ഷേപം നിലനിൽക്കുകയാണ്. കൂടുതൽ നടപടികളുമായി പരാതിക്കാർ മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ ഘട്ടത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. രാജധാനി എന്ന് പറയുന്ന ബ്രോഡ്വേയിലുള്ള സ്ഥാപനത്തിലാണ് ഇത്തരത്തിൽ 6,75,00,000 രൂപയുടെ വെട്ടിപ്പ് പിടികൂടിയത്. ശരി സഹിൻ, വ്യക്തമാണ്. ഇപ്പോൾ ബ്രോഡ്വേയിൽ നിന്ന് പണം പിടികൂടിയ സംഭവത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ, നടപടികൾ, ഇതൊക്കെ വിശദീകരിക്കുകയായിരുന്നു സഹിൻ ആന്റണി.